കൂടിയേ. എടി എന്തോന്ന് കൂടിയെന്ന് പറ. സ്വർണത്തിന് വില കൂടിയില്ലേ? അത് കേട്ടപ്പോ എന്റെ പ്രഷർ കൂടിയേ. അല്ലെങ്കിൽ ചെന്ന് കട നീ അകത്ത്. മേലെ വീട്ടിലെ സിന്ധു ഇല്ലേ, അവളുടെ കയ്യിൽ എന്തോരം സ്വർണ്ണം ഉണ്ടെന്നറിയോ? ഈ സ്വർണത്തിനൊക്കെ വില കൂടിക്കഴിഞ്ഞാ അവൾക്ക് എന്തോരം മുതലാ. സമ്മതിച്ചല്ലോ. 2 ആഴ്ചക്ക് മുമ്പേ ഇവള് ഏറ്റ മുതലാണെന്ന് പറഞ്ഞപ്പം നീ എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു. 2 ദിവസം നിന്റെ മുഖത്തോക്കിയാടി നിന്റെ അടി. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ല അവള് ഏറ്റ മുതലാണെന്ന്. എടി, പൈസ ഉള്ള ആൾക്കാർ പൈസ വാങ്ങിക്കും, അതായത് സ്വർണം വാങ്ങിക്കും, വിൽക്കും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതായത് കള്ളനെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, കോഴിയെ കണ്ടു കഴിഞ്ഞാൽ കുറുക്കം പിടിക്കും, നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാ പ്രാന്ത് പിടിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. അതെ, ഇപ്പൊ എനിക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളുടെ അമ്മേനെ ഒറ്റക്ക് നോക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ നിന്റെ അടുത്ത് 100 തവണ പറയുന്നത്. ഞാൻ ഒന്നും കൂടെ കെട്ടാം, ഒന്നും കൂടെ കെട്ടാം. നീ സമ്മതിക്കുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് നിങ്ങളുടെ അമ്മേനെ ഒറ്റക്ക് നോക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്റെ വീട്ടുകാരൻ തീരെ പിടിക്കത്തില്ലല്ലോ. അങ്ങനെ പറയില്ലേടി. നിനക്കറിയാമോ, ഞാൻ നിന്റെ അടുത്ത് ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. എന്റെ അമ്മയമ്മയെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ അമ്മയമ്മയാണ്. അമ്മയാണ്, അമ്മയാണ്. വേണ്ട ചേട്ടാ, എന്തെന്ന്? സോറി. എന്തെന്ന്? ഞാൻ തെറ്റിദ്ധരിച്ചതാ. പോട്ടെ. ഒന്നുകൂടെ പറ, കേൾക്കാൻ നല്ല രസമുണ്ട്. എന്റെ അമ്മായിയമ്മയെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ അമ്മായിയമ്മയാണ്. എന്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞാ അത് നിങ്ങളുടെ അമ്മയല്ലേ? അതെ. ദേവന്റെ ഭ്രാന്ത് പിടിപ്പിച്ചാലോ എനിക്ക് ദേഷ്യം വരുന്നത്.